ഒത്തിരി ശബ്ദമൊന്നും പുറത്തേക്ക് വരുന്നില്ല. നന്നായി സംസാരിക്കും, കുഴപ്പമില്ല. തീർച്ചയായും മനസ്സിലായി. അമൽ, ഒന്ന് ചുരുക്കി പറയാമോ എന്താണ് ഉണ്ടായത് എന്നുള്ളതൊരു വ്യക്തതയ്ക്ക് വേണ്ടി ചോദിക്കുകയാണ്. സംഭവം നടന്ന ദിവസം 12-ാം തീയതിയാണ്. രാവിലെ നമ്മുടെ 10 വർഷമായിരുന്ന ഉപകരണത്തിന്റെ ബാറ്ററി കംപ്ലൈന്റ് ആയപ്പോൾ അത് റീപ്ലേസ്മെന്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ മോശമുള്ള സാധനങ്ങൾ കൊണ്ടുകൊടുത്തിട്ട് തുടർന്ന് ജോലിക്ക് പോയി. തിരിച്ച് ജോലി കഴിഞ്ഞ് ഉച്ചഭക്ഷണത്തിന് വേണ്ടി തിരിച്ച് വീട്ടിൽ വരുമ്പോൾ മുൻപരിചയമില്ലാത്ത ഒരാൾ നമ്മളെ വീട്ടിൽ നിന്ന് വിളിച്ചു വരുത്തി കാര്യങ്ങൾ അന്വേഷിച്ചിട്ട് നമ്മളെടുത്ത് ചോദിക്കുകയാണ്, രാവിലെ കൊണ്ടു കൊടുത്ത ബാറ്ററി നീ എവിടെ നിന്ന് മോഷ്ടിച്ചു എന്ന് ചോദിച്ചുകൊണ്ട് വളരെ അസഭ്യം പറയുകയും നമ്മളെ ബലമായി വീടിന് വെളിയിലേക്ക് വലിച്ചിഴക്കുകയും ചെയ്തു. തുടർന്നാണ് പോലീസ് എത്തിയത്. പോലീസ് വാഹനം അപ്രതീക്ഷിതമായി വീടിന് മുറ്റത്തേക്ക് വരികയും അവര് പുറത്തിറങ്ങി നമ്മളെ കൂടുതലൊന്നും പറയാൻ സമ്മതിക്കാണ്ട് നമ്മളെ ബലാത്കാരമായി മാതാപിതാക്കളെയും ഭാര്യയുടെ മുമ്പിൽ വെച്ച് ഉപദ്രവിക്കുകയാണ് ചെയ്തത്. അതിനുശേഷം എനിക്ക് ആ വീടിന് മുറ്റത്ത് വെച്ചിന് പരിക്ക് പറ്റി. അതിനുശേഷം വാഹനത്തിൽ തുടർന്ന് എനിക്ക് പീഡനമേൽക്കേണ്ടി വന്നു, വളരെ മൃഗീയമായി. അതിനുശേഷം മോട്ടോർ ഹോസ്പിറ്റൽ മെഡിക്കൽ ഇതിനു വേണ്ടി ചെക്ക് കൊണ്ടുപോയി. തുടർന്നാണ് സ്റ്റേഷനിൽ എന്നെ ഹാജരാക്കുന്നത്. അപ്പോൾ എന്റെ മാതാപിതാക്കൾ അവിടെ എത്തി. അതിനുശേഷം ഈ മോഷണം പോയെന്ന് പറയുന്ന സ്ഥാപനത്തിലെ ജീവനക്കാർ വന്ന് ഈ പോയ ബാറ്ററി ബില്ലുമായി ഒത്തു നോക്കുമ്പോഴാണ് അവർ പറയുക അവർക്ക് തെറ്റ് സംഭവിച്ചുവെന്ന് പോലീസിന് മുമ്പാകെ അവർ മൊഴി കൊടുക്കുകയാണ്. തുടർന്ന് എന്നെ പോലീസ് സ്റ്റേഷനിൽ മാതാപിതാക്കളുടെ ഒപ്പം എന്നെ തിരിച്ച് വീട്ടിലേക്ക് പറഞ്ഞു വിടുകയാണ് ചെയ്തത്. തുടർന്ന് ഞാൻ വേദന സഹിക്കാൻ വല്ലാണ്ട് ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ ചികിത്സ തേടുകയും അവിടുന്ന് റെഫറൻസിനായി കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് ചികിത്സയ്ക്ക് വേണ്ടി വിടുകയാണ് നിലവിൽ ചെയ്തിരിക്കുന്നത്. നിലവിൽ ഞാൻ വീട്ടിലിപ്പോൾ ചികിത്സയിലും ഹോസ്പിറ്റലിലുമായി തുടരുകയാണ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.